ഹായ് വെൽക്കം ടു ക്വിക്ക് ലേൺ. ദിസ് ഈസ് ഋഷിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ആൻഡ്രോയിഡ്. ഓക്കെ, സോ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ആൻഡ്രോയിഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ലെറ്റ് മീ കം ടു വാട്ട് ഈസ് ആൻഡ്രോയിഡ്. ആൻഡ്രോയിഡ് എന്താണെന്നുള്ളത് നമുക്കറിയാം. ആൻഡ്രോയിഡ് ഈസ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ലിനക്സ് കേർണൽ and it is specially designed for touch screen devices like smartphone or tablets. Okay, so Android operating systemത്തിന്റെ building blocks എന്ന് പറയുന്നത് 4 app components ആണ്. First one is activities, then services, then third one is broadcast receivers, and finally the fourth one is content providers. ഈ ഓരോ ആപ്പ് കമ്പോണന്റും ഡിപ്പെൻഡന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ആപ്പ് ഓപ്പൺ ചെയ്തത് മുതൽ അത് ക്ലോസ് ചെയ്യുന്നത് വരെ ഈ ഓരോ ആപ്പ് കമ്പോണന്റും ഡിപ്പെൻഡന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ആപ്പ് കമ്പോണന്റ് ചിലപ്പോൾ വേറൊരു ആപ്പ് കമ്പോണന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓരോ ആപ്പ് കമ്പോണന്റിനും സ്പെസിഫിക് ആയിട്ട് ഡിസ്റ്റിങ്ക്റ്റ് റോൾസ് ഉണ്ട്. അതേപോലെ ഓരോ ആപ്പ് കമ്പോണൻസിനും അതിന് ലൈഫ് സൈക്കിളും ഉണ്ട്. നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്തത് മുതൽ നമ്മുടെ ആപ്പ് ക്ലോസ് ചെയ്യുന്നത് വരെ ഓരോ ആപ്പ് കമ്പോണന്റിനും സ്പെസിഫിക് ആയിട്ട് റോളും അതിന് ലൈഫ് സൈക്കിളും ഉണ്ട്. ലൈഫ് സൈക്കിൾ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ വരുന്ന സെഷനുകളിൽ ഡിസ്കസ് ചെയ്യും. സോ ആപ്പ് കമ്പോണന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയാണ്. ഈ 4 എണ്ണം ആണ് നമ്മളുടെ ആപ്പ് കമ്പോണന്റ് എന്ന് പറയുന്നത്. സോ അതിൽ ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് മീ ഗോ ടു ദ ഫസ്റ്റ് വൺ. So first app component എന്ന് പറയുന്നത് that is activities. ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ടിവിറ്റീസ് തന്നെയാണ് one of the most crucial app component of Android. ഒരു ആക്ടിവിറ്റി പോലും ഇല്ലാതെ നമുക്ക് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. എന്നാൽ ബാക്കിയുള്ള ആപ്പ് കമ്പോണൻസ് ഇല്ലാതെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ ഒരു ആക്ടിവിറ്റി പോലും ഇല്ലാതിരിക്കാൻ പറ്റില്ല. മിനിമം ഒരു ആക്ടിവിറ്റി എങ്കിലും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ വേണം എന്നർത്ഥം. ഓക്കെ, ഇനി എന്താണ് ആക്ടിവിറ്റി എന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഓപ്പൺ ആയി വരുന്ന സ്ക്രീൻ, ആ സ്ക്രീൻ തന്നെയാണ് ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് വിൻഡോസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരു സ്ക്രീനിൽ നിന്നും ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ വേറൊരു സ്ക്രീനിലേക്ക് പോവാം, വേറൊരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ വേറെ ഒരു സ്ക്രീനിലേക്ക് പോവാം. ഇങ്ങനെ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഒരു ആപ്ലിക്കേഷനിൽ ഉണ്ടാവും. ഇങ്ങനെ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഒത്തൊരുമിച്ചിട്ടാണ് ഒരു എൻറ്റയർ ആപ്ലിക്കേഷൻ നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ആക്ടിവിറ്റീസ് ക്യാൻ വർക്ക് ഇൻഡിപെൻഡന്റ്ലി. ഒരു ആക്ടിവിറ്റിക്ക് വേറൊരു ആക്ടിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതെ വർക്ക് ചെയ്യാം. ബട്ട് ഒരു ആക്ടിവിറ്റിയിൽ നിന്നും നമുക്ക് വേറൊരു ആക്ടിവിറ്റിയിലേക്ക് ഡാറ്റാസ് സെൻഡ് ചെയ്യാൻ പറ്റും. അത് ആക്ടിവിറ്റിന്റെ പ്രത്യേകതയാണ്. സോ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വിൻഡോ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ ഒരു ആക്ടിവിറ്റിയിൽ തന്നെയാണ് നമ്മൾ അതിന്റെ യൂസർ ഇന്റർഫേസിനെ ഡ്രോ ചെയ്യുന്നത്. അതായത് യൂസറിന് നമ്മളുടെ ആപ്ലിക്കേഷനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള യൂസർ ഇന്റർഫേസ് നമ്മൾ ഡ്രോ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുന്നത് ഈ ഒരു ആക്ടിവിറ്റിയിലാണ് എന്നർത്ഥം. സോ ഒരു യൂസറിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ആക്ടിവിറ്റിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആക്ടിവിറ്റിക്ക് തിരിച്ച് യൂസറായിട്ടും ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്കൊരു ബട്ടൺ പ്രസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ മൊബൈലിന്റെ ബ്രൈറ്റ്നെസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ സ്ലൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുപോലെ നമുക്ക് യൂസറിന് ഒരു ആക്ടിവിറ്റി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ആക്ടിവിറ്റി തിരിച്ച് യൂസർക്ക് ഒരു റെസ്പോൺസ് തരും. ടോസ്റ്റ് മെസ്സേജസ് ആയിട്ടും അല്ലാതെയൊക്കെ ആക്ടിവിറ്റി എന്ത് ചെയ്യും? നമുക്കൊരു തിരിച്ചൊരു റെസ്പോൺസും തരും. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ആക്ടിവിറ്റി പോലും ഇല്ലാതെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. മിനിമം ഒരു ആക്ടിവിറ്റി എങ്കിലും വേണം. അതായത് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പം ഓപ്പൺ ആയി വരുന്ന മിനിമം ഒരു ആക്ടിവിറ്റി എങ്കിലും വേണം. ഈ ഒരു ആക്ടിവിറ്റിനെയാണ് നമ്മൾ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ആക്ടിവിറ്റിക്ക് വേറൊരു ആക്ടിവിറ്റീനെ ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ആപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയിൽ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു ആക്ടിവിറ്റിയിലേക്ക് പോകും. അത് തന്നെയാണ് ഞാൻ മീൻ ചെയ്തത്. നമുക്ക് ഒരു ആക്ടിവിറ്റിക്ക് വേറൊരു ആക്ടിവിറ്റീനെ എന്ത് ചെയ്യാൻ പറ്റും?
സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഒരു ആക്ടിവിറ്റിക്ക് വേറൊരു അപ്ലിക്കേഷന്റെ വേറൊരു ആക്ടിവിറ്റിനെയും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോ നമ്മള് എന്താ പറയാ, അപ്പോ നമ്മൾ പലപ്പോഴും മെയിൽ ഒക്കെ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ആ മെയിൽ വന്നതിൽ നമുക്ക് PDF ഫയൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ PDF ഫയൽ പ്രസ് ചെയ്യുമ്പോൾ അത് PDF ഫയൽ വ്യൂവറിലാണ് ഓപ്പൺ ചെയ്ത് വരുന്നത്. ഓക്കെ, അതായത് നമ്മൾ മെയിൽ ആപ്ലിക്കേഷനിൽ നിന്നും PDF ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ PDF വ്യൂവേഴ്സ് ഏതൊക്കെയാണോ ഉള്ളത് ആ ഒരു PDF വ്യൂവറിലാണ് നമ്മളുടെ PDF ഓപ്പൺ ആയി വരുന്നത്. അതായത് നമ്മുടെ മെയിൽ ആപ്ലിക്കേഷൻ ആക്ച്വലി എന്താ ചെയ്തത്, വേറൊരു ആപ്ലിക്കേഷന്റെ വേറൊരു ആക്ടിവിറ്റീനെ ഓപ്പൺ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതും നമ്മളുടെ ആക്ടിവിറ്റിക്ക് പോസിബിൾ ആണ്. അപ്പൊ ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഒരു ആക്ടിവിറ്റി നമ്മളുടെ ആപ്പിൽ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റീനെ നമ്മുടെ ആപ്ലിക്കേഷന്റെ മാനിഫെസ്റ്റ് ഫയലിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യണം, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, സോ ഇത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. മാനിഫെസ്റ്റ് ഫയൽ എന്താ എന്നുള്ളതൊക്കെ നമ്മൾ വരുന്ന സെക്ഷനുകളിൽ ഡിസ്കസ് ചെയ്യും. ഇനി അതിന്റെ സിന്റാക്സ് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് പബ്ലിക് ക്ലാസ് മെയിൻ ആക്ടിവിറ്റി എക്സ്റ്റെൻസ് ആക്ടിവിറ്റി. ഇവിടെ നമുക്ക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട്, ബിൽറ്റ് ഇൻ ക്ലാസ് ഉണ്ട്. സോ ഈ ക്ലാസ്സിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തെടുത്ത ഒരു ആക്ടിവിറ്റിയാണ് മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ക്ലാസ് ആണ്, പബ്ലിക് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ഓക്കെ, സോ മെയിൻ ആക്ടിവിറ്റി ഈസ് എ ക്ലാസ് വിച്ച് ഈസ് എക്സ്റ്റെൻഡഡ്, അതായത് ഇൻഹെറിറ്റഡ് ഫ്രം എ ബിൽറ്റ് ഇൻ ആക്ടിവിറ്റി ക്ലാസ്. സോ ഇതിന്റെ ഉള്ളിൽ വരുന്ന ഈ ആക്ടിവിറ്റിയിൽ വരുന്ന പ്രോസസ് ഒക്കെ ഈ കേർലി ബ്രേസസിന്റെ ഉള്ളിലാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ആക്ടിവിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഇനി നമ്മൾ സർവീസസ് എന്താണ് എന്നുള്ള പറയുന്നത്. സർവീസ് ഈസ് ദ സെക്കൻഡ് ആപ്പ് കമ്പോണന്റ്. ഓക്കെ, സർവീസസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു യൂസർ ഇന്റർഫേസ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു ആപ്പ് കമ്പോണന്റ് ആണ് സർവീസസ് എന്ന് പറയുന്നത്. ഒരു ആക്ടിവിറ്റി വർക്ക് ചെയ്യുന്നത് നമ്മൾ എപ്പോഴാണോ ആപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാത്രമേ ഒരു ആക്ടിവിറ്റി റണ്ണിങ് ആയിട്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ എപ്പോഴാണോ ആ ആപ്പ് ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ ആക്ടിവിറ്റി സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്പ് കമ്പോണന്റ് ആണ് നമ്മൾ സർവീസസ് എന്ന് പറയുന്നത്. ഇതിന് യൂസർ ഇന്റർഫേസ് ആവശ്യമില്ല. ഓക്കെ, ഇപ്പൊ നമ്മളൊരു മ്യൂസിക് പ്ലെയർ പ്ലേ ചെയ്യാമെന്ന് വിചാരിക്കുക. മ്യൂസിക് പ്ലെയർ ഓപ്പൺ ചെയ്യുമ്പം അതിന്റെ ഒരു ആക്ടിവിറ്റി ഓപ്പൺ ആയി വരും. അതിൽ നമുക്ക് മ്യൂസിക്കുകളുടെ പേരൊക്കെ കാണാൻ പറ്റും. ഓക്കെ, റൈറ്റ്. ഇനി ഈ മ്യൂസിക് പ്ലെയറിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ മ്യൂസിക് പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മ്യൂസിക് പ്ലേ ആവുന്നത് സർവീസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. നമ്മൾ ആ മ്യൂസിക് പ്ലെയർ ക്ലോസ് ചെയ്തിട്ട് വേറെ വാട്സപ്പ് യൂസ് ചെയ്യുകയാണെങ്കിലൊന്നും മ്യൂസിക് പ്ലേ ചെയ്യുന്നതിന് ഇന്ററപ്ഷൻ വരുന്നില്ല. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അങ്ങനത്തെ പ്രോസസ്സുകൾ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർവീസസ് എന്ന് പറയുന്ന ആപ്പ് കമ്പോണന്റ് യൂസ് ചെയ്യുന്നത്. സോ ബാക്ക്ഗ്രൗണ്ടിൽ ഇൻഡെഫിനിറ്റ്ലി നമുക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർവീസസ് എന്ന ആപ്പ് കമ്പോണന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സർവീസ് തന്നെ വേറെ പല കാര്യങ്ങളും ചെയ്യാൻ സബ് സർവീസുകളെ യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സർവീസ് റണ്ണിങ് ആണ്, അപ്പൊ അതിനൊരു പർട്ടിക്കുലർ വേറെ ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് സബ് സർവീസുകളെ യൂസ് ചെയ്തിട്ടാണ് ആ സ്പെസിഫിക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ യൂസർ ഇന്ററാക്ഷൻ ബ്രേക്ക് ചെയ്യാതെ ബാക്ക്ഗ്രൗണ്ടിൽ ഇൻഡെഫിനിറ്റ്ലി വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഒരു സർവീസസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആക്ടിവിറ്റീസിൽ ഈ പറഞ്ഞിട്ടുള്ള മ്യൂസിക് പ്ലേയിങ് പോസിബിൾ അല്ല. കാരണം മ്യൂസിക് പ്ലേയിങ് ആക്ടിവിറ്റീസിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മ്യൂസിക് പ്ലേയിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് ഹൈലി മെമ്മറി ടേക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആപ്പ് ഇറസ്പോൺസിബിൾ ആയിട്ട് അല്ലെങ്കിൽ അൺറെസ്പോൺസീവ് ആയിട്ട് നിൽക്കും. യൂസർ ഇന്ററാക്ഷന് റെസ്പോൺസ് തരാതെ നിൽക്കും. അങ്ങനെ ഒരു കേസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സർവീസസ് യൂസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള ലോങ് റണ്ണിങ് പ്രോസസ്സസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നൗ ഇനി സർവീസസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വേറെ ഏതൊരു അപ്ലിക്കേഷൻ കമ്പോണന്റിനും ഒരു സർവീസിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ അപ്ലിക്കേഷൻസിലുള്ള
ഏതൊരു ആപ്ലിക്കേഷൻ കമ്പോണന്റിനും ഒരു പർട്ടിക്കുലർ സർവീസിന് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി സർവീസസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് നെറ്റ്വർക്ക് ട്രാൻസാക്ഷൻ നമുക്ക് സർവീസസ് യൂസ് ചെയ്തിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. പ്ലേയിങ് മ്യൂസിക് അത് നമുക്ക് സർവീസസ് യൂസ് ചെയ്തിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അതേപോലെ IO ഓപ്പറേഷൻസ് നമുക്ക് സർവീസസ് യൂസ് ചെയ്തിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇന്ററാക്ഷൻ വിത്ത് കണ്ടന്റ് പ്രൊവൈഡേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ആൾ ദ ബാക്ക്ഗ്രൗണ്ട് ടാസ്ക് ക്യാൻ ബി ഡൺ യൂസിങ് സർവീസസ്. ഓക്കെ, ഇതാണ് സർവീസസിന്റെ പ്രത്യേകത. ഇനി സർവീസസിന്റെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് വി ഹാവ് എ പബ്ലിക് ക്ലാസ് മൈ സർവീസ് എന്നുള്ളതാണ് നമ്മളെ ആപ്ലിക്കേഷനിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സർവീസ് ക്ലാസ്. ഓക്കെ, ഈ സർവീസ് ക്ലാസ് എന്ന് പറയുന്നത് ഒരു ബിൽറ്റ് ഇൻ സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ഈ സർവീസസിന്റെ ഉള്ളിലാണ് നമ്മൾ സർവീസസിൽ എന്തൊക്കെ പ്രോസസ്സ് ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അത് ഡിഫൈൻ ചെയ്യുന്നത്. ഈ സർവീസസ് തന്നെ 3 ടൈപ്പ് ഓഫ് സർവീസസ് ഉണ്ട്. ഫോർഗ്രൗണ്ട് സർവീസസ്, ബാക്ക്ഗ്രൗണ്ട് സർവീസസ് ആൻഡ് ബൗണ്ട് സർവീസസ്. ഇനി അതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫോർഗ്രൗണ്ട് സർവീസിനെ കുറിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫോർഗ്രൗണ്ട് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പറേഷൻ യൂസറിന് നോട്ടീസ് ചെയ്യാൻ പറ്റും, യൂസറിന് കാണാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ആണ് ഫോർഗ്രൗണ്ട് സർവീസസ് വഴി നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ പ്ലേയിങ് മ്യൂസിക്, നിങ്ങൾ മ്യൂസിക് ആപ്പ് വെച്ചിട്ട് പ്ലേ ചെയ്യുന്ന ടൈമിൽ അതിന്റെ മ്യൂസിക്കിന്റെ റണ്ണിങ്ങും നമുക്കത് കേൾക്കാൻ പറ്റും. അതുപോലെ എത്രത്തോളം ആയി എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിന്റെ ഒരു മ്യൂസിക് പ്ലേയിങ് ആ ഒരു ബാറിൽ നമുക്കത് കാണാൻ പറ്റും, നമുക്ക് സീക്ക് ചെയ്യാൻ പറ്റും. സോ യൂസറിന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന സർവീസസ് ആണ് ഫോർഗ്രൗണ്ട് സർവീസസ് എന്ന് പറയുന്നത്. നോട്ടിഫിക്കേഷൻസും തരും. ഇപ്പൊ നമുക്ക് ഇന്ററാക്ട് ചെയ്തിട്ട് അപ്പൊ മ്യൂസിക് സീക്ക് ചെയ്തിട്ട് നമ്മൾ പർട്ടിക്കുലർ പൊസിഷനിലേക്ക് സീക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്യും. സോ ആ പൊസിഷൻ മുതൽ നമ്മുടെ സീക്ക് ബാർ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫോർഗ്രൗണ്ട് സർവീസിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇനി ബാക്ക്ഗ്രൗണ്ട് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറിന് തികച്ചും നോട്ടീസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് സർവീസസ് നടത്തുന്നത്. അതായത് ഫയൽ ഡൗൺലോഡിങ്, നെറ്റ്വർക്ക് ട്രാൻസാക്ഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് സർവീസസ് നടത്തുന്നത്. ഓക്കെ, സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ട് സർവീസസ് നടത്തുന്നതാണ്. ഇനി ബൗണ്ട് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ കമ്പോണന്റിന് ഒരു സർവീസുമായിട്ട് ബൗണ്ട് ചെയ്യാൻ പറ്റും. ഇനി ആ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ കമ്പോണന്റ് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മളുടെ സർവീസ് ഡിസ്ട്രോയ് ആവുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ യൂട്യൂബ് പ്ലേ ചെയ്യുന്ന ടൈമിൽ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലെ ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റും. സോ ഈ വീഡിയോ പ്ലേ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സർവീസ് ആണ് നടത്തുന്നത്. ഓക്കെ, UI കമ്പോണന്റ് അല്ല, ഒരു സർവീസ് ആണ് ഈ വീഡിയോ പ്ലേ ചെയ്യുന്നത്. നമ്മൾ ആ യൂട്യൂബിന്റെ ആക്ടിവിറ്റി ആ ഒരു സർവീസുമായിട്ട് ബൗണ്ടഡ് ആയിരിക്കും. നമ്മൾ യൂട്യൂബിന്റെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നതോടുകൂടി യൂട്യൂബ് പ്ലേയിങ് നിൽക്കുകയും ചെയ്യും. സോ അതാണ് ബൗണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. ബൗണ്ട് സർവീസ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, സോ വി ഹാവ് 3 ടൈപ്സ് ഓഫ് സർവീസസ്: ഫോർഗ്രൗണ്ട് സർവീസസ്, ബാക്ക്ഗ്രൗണ്ട് സർവീസസ് ആൻഡ് ബൗണ്ട് സർവീസസ്. ഇത്രയാണ് നമുക്ക് സർവീസസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ആപ്ലിക്കേഷൻ കമ്പോണന്റ് ആണ്. ആൻഡ്രോയിഡിന്റെ തേർഡ് ആപ്ലിക്കേഷൻ കമ്പോണന്റ് ആണ് നമ്മളുടെ ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ബ്രോഡ്കാസ്റ്റ് മെസ്സേജസ് എന്താണെന്നുള്ളത് പറയാം. ബ്രോഡ്കാസ്റ്റ് മെസ്സേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ആൻഡ്രോയിഡ് ആപ്സിനും ബ്രോഡ്കാസ്റ്റ് മെസ്സേജസ് സെൻഡ് ചെയ്യാൻ പറ്റും, റിസീവ് ചെയ്യാനും പറ്റും. അതായത് ഇപ്പൊ നമ്മൾ ഒരു മൊബൈൽ ഫോൺ ബൂട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ഓൺ ആക്കുകയാണെന്ന് വിചാരിക്കുക. ഓൺ ആയി കഴിഞ്ഞാൽ ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒരു മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. നമ്മുടെ ഫോൺ ഓൺ ആയിട്ടുണ്ട്, ബൂട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അതേപോലെ നമ്മൾ നെറ്റ്വർക്ക് കണക്ട് ആയി കഴിഞ്ഞാൽ, മൊബൈൽ ഡാറ്റ ഓൺ ആക്കി കഴിഞ്ഞാൽ മൊബൈൽ ഡാറ്റ റിസീവ് ആയി അല്ലെങ്കിൽ കണക്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സിസ്റ്റം ഒരു മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ഈ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന മെസ്സേജസിനെ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആപ്പിൽ അതിനുള്ള പ്രൊഫഷൻസി നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന മെസ്സേജസിനെ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഒരു പർട്ടിക്കുലർ ആപ്പിന് ഒരു പർട്ടിക്കുലർ മെസ്സേജ് റിസീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ മെസ്സേജ് റിസീവ് ചെയ്യാൻ നമ്മുടെ ആപ്പ് എന്തായിരിക്കണം, ആ ഒരു പർട്ടിക്കുലർ മെസ്സേജിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പൊ നമ്മൾ വൈഫൈ ഓൺ ആക്കുകയാണ് അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ ഓൺ ആക്കുകയാണ്, നെറ്റ്വർക്ക് ഓൺ ആക്കുകയാണെന്ന് വിചാരിക്കാം. സോ ഈ ഡാറ്റ നമ്മൾ ഓൺ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ആപ്പിൽ അത് അറിയണം എന്നുണ്ടെങ്കിൽ ഡാറ്റ ഓൺ ചെയ്യുന്ന ടൈമിൽ നമ്മളുടെ സിസ്റ്റം ഒരു മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യും, ഡാറ്റ ഓൺ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഈ ഡാറ്റ ഓൺ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ബ്രോഡ്കാസ്റ്റഡ് മെസ്സേജസ് നമ്മളുടെ ഒരു പർട്ടിക്കുലർ ആപ്പിൽ നമുക്ക് അത് റിസീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് റിസീവ് ചെയ്യാൻ നമ്മളുടെ ആപ്പിൽ അത് രജിസ്റ്റർ ചെയ്യണം. ആ ഒരു പർട്ടിക്കുലർ മെസ്സേജ് നമുക്ക് റിസീവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യാതെ മാത്രമേ ആ മെസ്സേജ് നമുക്ക് റിസീവ് ആവുള്ളൂ. ഓക്കെ, ഇനി ആപ്പിന് മെസ്സേജസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് പർട്ടിക്കുലർ മെസ്സേജസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ പർട്ടിക്കുലർ ആപ്പിൽ നമ്മൾ ഡൗൺലോഡിങ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. നമ്മൾ ഡൗൺലോഡിങ്, അതായത് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു ഫയൽ ഡൗൺലോഡിങ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം ഡൗൺലോഡ് മാനേജർ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഫയൽ ഡൗൺലോഡിങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഡൗൺലോഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡൗൺലോഡ് മാനേജർ ഒരു മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ഓക്കെ, ആ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന മെസ്സേജ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൽ നമുക്ക് അറിയാൻ പറ്റും ഡൗൺലോഡ് കംപ്ലീറ്റ് ആയത്. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രോസസ്സ് നമുക്ക് നമ്മുടെ ആപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജസ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ യൂസേജ് എന്ന് പറയുന്നത്. ഇനി ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. സോ ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് റിസീവ് ചെയ്യാനും അതിനനുസരിച്ച് അതിനോട് റിയാക്ട് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പോണന്റ് ആണ് ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിലാണ് നമുക്ക് ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സിന് ആപ്പിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് മാനിഫെസ്റ്റ് ഡിക്ലെയർഡ് രജിസ്റ്റേഴ്സ് ആയിട്ടും വേറൊന്ന് കോണ്ടെക്സ്റ്റ് രജിസ്റ്റേർഡ് റിസീവേഴ്സ് ആയിരിക്കും. സോ രണ്ട് രീതിയിലാണ് നമുക്ക് ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ആപ്പിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് മാനിഫെസ്റ്റ് ഡിക്ലെയർഡ് രജിസ്റ്റേഴ്സ് ആയിട്ടും രണ്ടാമതായിട്ട് കോണ്ടെക്സ്റ്റ് രജിസ്റ്റേർഡ് റിസീവേഴ്സ് ആയിട്ടും. ഇനി മാനിഫെസ്റ്റ് ഡിക്ലെയർഡ് രജിസ്റ്റേഴ്സ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. നമ്മളൊരു ബ്രോഡ്കാസ്റ്റ് റിസീവറിലെ ഇപ്പോൾ അതായത് നമ്മളുടെ നെറ്റ്വർക്ക് ചേഞ്ച് അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ ഓൺ ആക്കുന്നതിനെ കുറിച്ച് നമ്മൾ മെസ്സേജ് റിസീവ് ചെയ്യാൻ ഒരു റിസീവറിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അത് നമ്മൾ മാനിഫെസ്റ്റിലാണ് നമ്മൾ അത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഓൺ ആകുന്നതോട് കൂടി തന്നെ ഈ പറഞ്ഞിട്ടുള്ള ബ്രോഡ്കാസ്റ്റ് റിസീവർ ഓൺ ആവും. ആപ്പ് ഓൺ ആകുന്നതോട് കൂടി തന്നെ ബ്രോഡ്കാസ്റ്റ് റിസീവർ ഓൺ ആയിട്ട് നമ്മളുടെ നെറ്റ് കണക്ട് ആയിട്ടുണ്ടോ എന്നുള്ള മെസ്സേജ് റിസീവ് ചെയ്യുന്നതും നോക്കിയിട്ട് ഇങ്ങനെ നമ്മുടെ ആപ്പ് ആ ഒരു പർട്ടിക്കുലർ മെസ്സേജ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കും. ഓക്കെ, സോ ഇതാണ്. അപ്പൊ നമ്മുടെ ആപ്പ് ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ റിസീവേഴ്സ് വർക്ക് ചെയ്യാൻ തുടങ്ങും എന്നർത്ഥം. മാനിഫെസ്റ്റ് ഡിക്ലെയർഡ് രജിസ്റ്റേഴ്സ് ആണ് നമ്മൾ ആപ്പിൽ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ. ഇനി രണ്ടാമത്തെ കേസാണ് നമ്മളുടെ കോണ്ടെക്സ്റ്റ് രജിസ്റ്റേർഡ് റിസീവേഴ്സ് എന്ന് പറയുന്നത്. കോണ്ടെക്സ്റ്റ് രജിസ്റ്റേർഡ് റിസീവേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ആപ്പില് ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയിലാണ് നമ്മൾ ഈ ഒരു റിസീവറിനെ രജിസ്റ്റർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആക്ടിവിറ്റിയിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മെസ്സേജ് റിസീവ് ചെയ്യില്ല. അതായത് നമ്മളൊരു ആപ്പ് ഓപ്പൺ ചെയ്തു, ആ ആപ്പിൽ നമ്മൾ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ ആ ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടും. നമ്മൾ ആ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ യൂസ് ചെയ്ത ആക്ടിവിറ്റിയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വേറൊരു ആക്ടിവിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടിക്കോണമെന്നില്ല. കോണ്ടെക്സ്റ്റ് ആയിട്ടാണ് നമ്മൾ ആക്ടിവിറ്റി കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ആ ഒരു റിസീവറിനെ രജിസ്റ്റർ ചെയ്തത് എന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും. സോ നമ്മുടെ ആപ്ലിക്കേഷനിലെ ഓരോ ആക്ടിവിറ്റി കോണ്ടെക്സ്റ്റ് ആയിട്ടാണ് നമ്മൾ റിസീവേഴ്സിനെ രജിസ്റ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി റൺ ചെയ്യുമ്പോൾ മാത്രമേ നമ്മളെ റിസീവേഴ്സും റൺ ചെയ്യുള്ളൂ.
ആ ആക്ടിവിറ്റിയിൽ നിന്ന് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ റിസീവേഴ്സ് ഒബ്വിയസ്ലി സ്റ്റോപ്പ് ആവും. ഇത്രയാണ് നമുക്ക് ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മുടെ ഫൈനൽ ആപ്ലിക്കേഷൻ കമ്പോണന്റിലേക്ക് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് അവർ കണ്ടന്റ് പ്രൊവൈഡേഴ്സ്. കണ്ടന്റ് പ്രൊവൈഡേഴ്സ് നമ്മുടെ ആപ്ലിക്കേഷന് ഡാറ്റാസിനെ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ കമ്പോണന്റ് ആണ്. ഓക്കെ, സോ നമ്മളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്ന ഡാറ്റയും അതിനെ സ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റാസിനെ നമുക്ക് യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മളുടെ ആപ്ലിക്കേഷൻസിനുള്ള ഡാറ്റാസിനെ വേറെ ആപ്ലിക്കേഷൻസ് ആയിട്ട് ഷെയർ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ കമ്പോണന്റ് ആണ് കണ്ടന്റ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മളുടെ ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റാനെ സ്റ്റോർ ചെയ്യാനും നമ്മുടെ ഡാറ്റാസിനെ ബാക്കി ആപ്ലിക്കേഷൻസുമായിട്ട് ഷെയർ ചെയ്യാനും വേറെ ആപ്ലിക്കേഷൻസിന്റെ ഡാറ്റാസിനെ നമുക്ക് ആക്സസ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ കമ്പോണന്റ് ആണ് കണ്ടന്റ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. ഈ കണ്ടന്റ് പ്രൊവൈഡേഴ്സിന്റെ മെയിൻ യൂസേജ് എന്ന് പറയുന്നത് എൻകാപ്സുലേഷൻ ഓഫ് ഡാറ്റയാണ്. നമ്മളെ ഡാറ്റക്ക് സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ളതാണ് കണ്ടന്റ് പ്രൊവൈഡേഴ്സിന്റെ മെയിൻ യൂസേജ് എന്ന് പറയുന്നത്. സോ ഈ കണ്ടന്റ് പ്രൊവൈഡേഴ്സിന്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് വേറൊരു ആപ്ലിക്കേഷന് നമ്മളെ ഡാറ്റാനെ യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്കൊരു പർട്ടിക്കുലർ ഫയൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരു പർട്ടിക്കുലർ ഫയൽ നമ്മുടെ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡാറ്റനെ നമുക്ക് വേറൊരു ആപ്ലിക്കേഷനുമായിട്ട് ഷെയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് കണ്ടന്റ് പ്രൊവൈഡേഴ്സിന്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി നമുക്ക് ഷെയറിംഗ് ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് കണ്ടന്റ് പ്രൊവൈഡേഴ്സിനെ യൂസ് ചെയ്യാം. ഇപ്പോ ഷെയറിംഗ് അല്ലാതെയും നമുക്ക് കണ്ടന്റ് പ്രൊവൈഡേഴ്സിനെ നമ്മുടെ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. ഷെയറിംഗ് വരുന്ന ടൈമിലാണ് കണ്ടന്റ് പ്രൊവൈഡേഴ്സിന്റെ ആവശ്യകത കൂടുതൽ വരുന്നത്. ഓക്കെ, സോ കണ്ടന്റ് പ്രൊവൈഡേഴ്സ് എൻകാപ്സുലേഷൻ നടത്തും. അതായത് നമ്മളുടെ ഡാറ്റക്ക് സെക്യൂരിറ്റി കൂടുതൽ കൊടുക്കുക എന്നുള്ളതാണ് കണ്ടന്റ് പ്രൊവൈഡേഴ്സിന്റെ ഒരു പ്രൈമറി യൂസേജ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കണ്ടന്റ് പ്രൊവൈഡർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ഇപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു ഡയഗ്രം കാണാം. ഈ ഡയഗ്രത്തിൽ നമ്മുടെ ആപ്ലിക്കേഷനെയാണ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്, യുവർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ആപ്ലിക്കേഷനിൽ കണ്ടന്റ് പ്രൊവൈഡേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള സ്പേസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, സോ ഈ കണ്ടന്റ് പ്രൊവൈഡേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ സ്റ്റോറേജ് സ്പേസിൽ ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ നമ്മളെ ആപ്ലിക്കേഷനിൽ ഒരു പ്രൈവറ്റ് സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവും. ഈ സ്റ്റോറേജ് സ്പേസിൽ നമ്മളുടെ ഡാറ്റാസിനെ, നമ്മുടെ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റാസിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ഈ ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ കമ്പോണന്റ് ആണ് നമ്മളുടെ കണ്ടന്റ് പ്രൊവൈഡേഴ്സ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, സോ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, ഇനി വേറെ ഒരു അതർ ആപ്ലിക്കേഷന് നമ്മളുടെ ആപ്ലിക്കേഷന്റെ പ്രൈവറ്റ് സ്റ്റോറേജ് ഏരിയയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കണ്ടന്റ് പ്രൊവൈഡർ ത്രൂ ആണ് ആക്സസ് പോസിബിൾ ആവുള്ളൂ. ഡയറക്ട്ലി നമ്മുടെ ആപ്ലിക്കേഷന്റെ പ്രൈവറ്റ് സ്റ്റോറേജ് സ്പേസ് നമ്മളുടെ വേറൊരു ആപ്പിന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. വേറെ ഒരു ആപ്പിന് കണ്ടന്റ് പ്രൊവൈഡറിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കണം. സോ വേറൊരു ആപ്പ് എന്ത് ചെയ്യും, കണ്ടന്റ് പ്രൊവൈഡറിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കും. സോ ആ റിക്വസ്റ്റ് നമ്മളുടെ ആപ്പ് പ്രോസസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ എടുത്തിട്ട് ആ ഒരു വേറെ ആപ്ലിക്കേഷനിലേക്ക് കൊടുക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മളുടെ ആപ്പിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതൊരു PDF ഫയൽ ആണെങ്കിൽ ഈ PDF ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ PDF ഫയലിനെ റീഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള PDF റീഡേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ PDF ഫയലിനെ ആക്സസ് ചെയ്യാം അല്ലെങ്കിൽ വ്യൂ ചെയ്യാം. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ആപ്ലിക്കേഷന്റെ ഇന്റേണൽ സ്റ്റോറേജിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പർട്ടിക്കുലർ ഫയലിനെ നമ്മൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള വേറെ ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ PDF റീഡർ എന്ന് പറയുന്നത്. സോ ആ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് ഈ ഫയലിനുള്ള ആക്സസ് കൊടുക്കണം. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടന്റ് പ്രൊവൈഡേഴ്സ് യൂസ് ചെയ്യുന്നത്.
ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ അതിനുള്ളൊരു ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷൻ ആണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതല്ലെങ്കിലും നമുക്ക് കണ്ടന്റ് പ്രൊവൈഡേഴ്സ് യൂസ് ചെയ്യാം. സോ ഡാറ്റ ഷെയറിങ്ങിന് വേണ്ടിയിട്ട് മാത്രമല്ല കണ്ടന്റ് പ്രൊവൈഡേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡാറ്റ ഷെയറിംഗ് ഇല്ലെങ്കിലും നമുക്ക് കണ്ടന്റ് പ്രൊവൈഡേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ പർട്ടിക്കുലർ ആപ്ലിക്കേഷനെ വെച്ചിട്ട് നമുക്ക് SQL ഡാറ്റാബേസിൽ കുറെ ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മളുടെ ആപ്ലിക്കേഷന് ക്യാമറ യൂസ് ചെയ്തിട്ട് ഇമേജസും വീഡിയോസും ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാനും പറ്റും എന്ന് വിചാരിക്കാം. സോ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ഡാറ്റാസിനെ വേറൊരു ആപ്ലിക്കേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. വേറൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഡാറ്റാസ് ആപ്ലിക്കേഷൻ നമ്മുടെ ഡാറ്റാസ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. സോ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ വേർഷനിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ മെത്തേഡാണ് സ്റ്റോറേജിന് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റോറേജ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ സ്പേസ് ആണ് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മുടെ വേർഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ വേറൊരു പർട്ടിക്കുലർ സ്റ്റോറേജ് മെത്തേഡ് ചിലപ്പോൾ യൂസ് ചെയ്യാം. സോ ഇങ്ങനെ വേറൊരു പർട്ടിക്കുലർ സ്റ്റോറേജ് മെത്തേഡ് യൂസ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ചേഞ്ച്, ഒരു സ്റ്റോറേജ് സ്പേസിൽ നിന്നും വേറൊരു സ്റ്റോറേജ് സ്പേസിലേക്ക് വരുന്ന ചേഞ്ച് അതർ അപ്ലിക്കേഷന് അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അതർ അപ്ലിക്കേഷൻ എന്ത് ചെയ്യും, നമ്മുടെ ഡാറ്റ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ, ബട്ട് ദ പ്രോബ്ലം ഈസ് നമ്മളുടെ ആക്ച്വൽ സ്റ്റോറേജ് സ്പേസ് ചേഞ്ച് ആയിട്ടുണ്ട്. സോ നമ്മൾ ഇങ്ങനെ സ്റ്റോറേജ് സ്പേസ് ചേഞ്ച് ഒക്കെ വരുന്ന ടൈമിൽ അത് വേറൊരു അപ്ലിക്കേഷനെ അഫക്റ്റ് ചെയ്യാതിരിക്കാനും നമുക്ക് കണ്ടന്റ് പ്രൊവൈഡേഴ്സ് യൂസ് ചെയ്യാം. സോ കണ്ടന്റ് പ്രൊവൈഡേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഡാറ്റനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, സോ ഇങ്ങനത്തെ ചേഞ്ചസ് ഒന്നും വേറൊരു അപ്ലിക്കേഷന് അറിയേണ്ട ആവശ്യമില്ല. ആ അപ്ലിക്കേഷൻ ജസ്റ്റ് കണ്ടന്റ് പ്രൊവൈഡേഴ്സിലേക്ക് റിക്വസ്റ്റ് കൊടുക്കും, ഡാറ്റ വേണം എന്ന് പറഞ്ഞിട്ട്. സോ ആ റിക്വസ്റ്റിനനുസരിച്ച് നമ്മൾ നമ്മളുടെ ഡാറ്റനെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യും. സോ ഓക്കെ, ഇങ്ങനത്തെ കേസസിലൊക്കെ നമുക്ക് കണ്ടന്റ് പ്രൊവൈഡേഴ്സ് യൂസ് ചെയ്യാം. സോ ഇനി കണ്ടന്റ് പ്രൊവൈഡേഴ്സിന്റെ അഡ്വാൻറ്റേജ് എന്താന്നുള്ളത് ഞാൻ പറയാം. സോ ഹിയർ യു ക്യാൻ സി content providers can offer complete control over the permission of accessing data. Data access ചെയ്യാനുള്ള complete control കണ്ടന്റ് പ്രൊവൈഡേഴ്സിനായിരിക്കും. ഇനി കണ്ടന്റ് പ്രൊവൈഡേഴ്സിന് ഈ ആക്സസ് നമ്മുടെ ആപ്ലിക്കേഷനിൽ മാത്രം ഒതുക്കാം, അല്ലെങ്കിൽ വേറൊരു ആപ്ലിക്കേഷന് നമ്മളുടെ ഡാറ്റ ആക്സസ് ചെയ്യാൻ പെർമിഷൻ കൊടുക്കാം. റീഡിംഗ് റൈറ്റിംഗ് പെർമിഷൻസിനുള്ള പെർമിഷൻസ് ഒക്കെ കണ്ടന്റ് പ്രൊവൈഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമുക്ക് കണ്ടന്റ് പ്രൊവൈഡേഴ്സിൽ നമുക്ക് പറയാനുള്ളത്. സോ നമുക്ക് മെയിൻലി 4 ആപ്ലിക്കേഷൻ കമ്പോണൻസ് ആണുള്ളത്: ആക്ടിവിറ്റീസ്, സർവീസസ്, ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ് ആൻഡ് കണ്ടന്റ് പ്രൊവൈഡേഴ്സ്. ഈ സെഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.